മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങള് ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ, ജീവിതത്തിന്റെ അവസാന സമയം വരെ ചെറുപ്പകാലത്തുള്ള പഠനം അൽഹംദുലില്ലാഹ് പഠിക്കുന്ന സമയത്ത് തന്നെ കറകളഞ്ഞ പഠനമാണ്, സംശയലേശമന്യേയുള്ള പഠനമാണ്. മഹത്തായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ, അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും രചിച്ച ഗ്രന്ഥങ്ങളെ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളെ, ഗോളശാസ്ത്ര ഗ്രന്ഥങ്ങളെ, മറ്റെല്ലാ വിഷയത്തിലും പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും അടക്കം എല്ലാ ഫന്നുകളിലും സകല കിതാബുകളും കാണാതെ ദർസ് നടത്തിയ താജുൽ ഉലമാ മുഫ്നിൽ ലിഅൻഫാസിഹി ഫിൽ ഇൽമി വദ്ദിക്രി ഫീ ഇർശാദി ഖൽഖിൻ ഇലാ നൂറിൽ ഹിദായാതി. ശ്വാസോച്ഛ്വാസം മുഴുവനും അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നിയോഗിച്ചു, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവ് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ് എല്ലാ വിഷയത്തിലും മഹാനവറുകൾ ഇടപെട്ടു. എത്രേ നൂറുകണക്കായ മഹല്ലിന്റെ ആദരണീയരായ ഖാലിയായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഈ മഠത്തെ പരിസരങ്ങളൊക്കെ ഉള്ള ഒരുപാട് മഹല്ലുകളുടെ ആദരണീയരായ ഖാലിയായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. ആ വലിയ ധൈഷണികനായ പണ്ഡിതൻ, സ്വാത്വികൻ, ബഹുമാനപ്പെട്ട സയ്യിദ് എല്ലാ വിഷയത്തിലും ഇടപെടൽ നടത്തി, എല്ലാ സംഗതികളിലും ഇടപെടൽ നടത്തി, മനുഷ്യന്മാരെ ഖൽബ് നന്നാക്കേണ്ട പ്രവർത്തനങ്ങൾ നടത്തി. അതിന്റെ ഇടയിൽ മുടങ്ങാതെ ദർസ് നടത്തി. ആയിരക്കണക്കായ ബഹറുകളെ പോലുള്ള പണ്ഡിതന്മാരെ സമൂഹത്തിന് സമ്മാനിച്ചു. അൽഹംദുലില്ലാഹ്. എത്രയാണ് അവിടുത്തെ ശിഷ്യഗണങ്ങൾ, എത്രയാണ് അവിടുത്തെ വലിയ വലിയ പ്രഗൽഭരായ മുദരിസുമാർ. ആ മഹാന്മാരായ ഔലിയാക്കൾക്ക് പർവ്വത സമാനങ്ങളായ വലിയ വലിയ പണ്ഡിതന്മാർക്ക് ദർസ് നടത്തി, മുദരിസുമാർക്ക് ദർസ് നടത്തി. അങ്ങനെ ജീവിതം നയിക്കുന്നതിന്റെ ഇടയിലും നിങ്ങൾ കേട്ടോ, മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങള് അവരുടെ ഔറാദുകൾ മുടക്കിയില്ല, അവരുടെ ഇബാദത്തിന് കോട്ടം തട്ടിയില്ല. ഈ മഹല്ല് മുഴുവനും വേണ്ടതുപോലെ ദീനിന്റെ ശരാശരി ശരിയായ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടപെടലും നടക്കുന്ന സമയത്തും വലിയ വലിയ സമ്മേളനങ്ങളിൽ സംസാരിക്കാൻ എത്തുമ്പോഴും നൂറുകണക്കായ സ്ഥാപനങ്ങളുടെ നേതൃപദവിയിലിരുന്ന് നിയന്ത്രിക്കുമ്പോഴും മഹാനായ ഉസ്താദ് ശൈഖുനയുടെ, മഹാനായ താജുൽ ഉലമയുടെ ഖുർആനൂത്തിനൊരു കുറവും പറ്റിയില്ല. വകകഥറത്തിൽ ഔറാദി കസ്വൗമി സ്വലാഹ. മഹാനായ താജുൽ ഉലമാ അവിടുത്തെ ഖുർആനൂത്തിനൊരു കുറവും പറ്റിയില്ല.